ചാള കിട്ടണമെങ്കിൽ ഇനി ഒരു മാസം കഴിയണം. എല്ലാ കയ്യെത്തും ദൂരത്തും അജൂസ് മൾട്ടിപർപ്പസ് കുടിൽ ഒരു എനിക്കെങ്കിലൊക്കെ പോണം. അടുത്ത ആഴ്ച ഹലോ തഞ്ചാവൂർ ചാളയ്ക്കൊരു വാട്ടുണ്ട്. അതിപ്പോ പുറംകടലിൽ നിന്ന് പിടിച്ച് അത് ഇവിടെ അപ്പൊ ഈ കോഴിമുട്ട ഒരെണ്ണത്തിന് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചാലും നഷ്ടമാവില്ലെന്ന് അർത്ഥം. മുരളീനെ വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റിയെന്ന് എന്നോട് തോന്നിയ പോലെ കിടന്ന് നടന്ന് ഒടിച്ചും പാത്തും പതി നടന്നിട്ടില്ലേ പഠിക്കാൻ വേണ്ടി. അവരൊക്കെ വലിയ ബിസിനസ്സുകാരായി ഇപ്പോ. ഉദ്ഘാടനം ഞാൻ തന്നെ കഴിക്കാം അല്ലേ? പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമുക്ക് ഇനി ഇതിങ്ങനത്തെ ഒരു ചാള കിട്ടണമെങ്കിൽ ഇനി ഒരു മാസം കഴിയണം. ട്രോളിങ് ഇപ്പോൾ 7-ാം തീയതി ആരംഭിക്കല്ലേ? 7-ാം തീയതി ജൂൺ 7-ാം തീയതി അല്ലേ ട്രോളിങ് ആരംഭിച്ചത്? അല്ലേ? മീനുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ അത്ര പരിജ്ഞാനം. ജൂൺ 7-ാം തീയതി ആരംഭിച്ചിട്ട് ജൂലൈ 7-ാം തീയതി അവസാനിക്കും. അപ്പോൾ ഇപ്പം ചാള കിട്ടുന്നതിൻ്റെ അവസാന ദിവസം പ്രജനന കാലഘട്ടം. ഇപ്പം നല്ല പലിങ്ങിയുള്ള ചാളിന്. പിന്നെ അത് മാത്രമല്ല നോക്കിയേ, നമ്മുടെ പുളിമ ഇരുമ്പുളി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് കാട്ടുകൂണ അതെ കാട്ടുകൂണല്ല ഈ വിഷകൂണ കണ്ട. ഇരുമ്പുളി അടിപൊളിയിട്ടുണ്ടായിട്ടുണ്ട് കണ്ട. ഇരുമ്പുളിയും ചാളയും ഞങ്ങൾക്ക് വെക്കാൻ തോന്നി. നല്ല ടേസ്റ്റിലാണ്. തൃശ്ശൂർകാർ നമ്മൾ പലപ്പോഴും വെച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ. എന്നാലും വീണ്ടും വെക്കാൻ തോന്നുന്നത്. ഇത് നന്നാക്കാൻ പോവാ ഞാൻ ഇരുന്നിട്ട്. വലിയ ഇതുകൾ എടുക്കണ്ട അല്ലേ? ആഹാ കൊല വേണ്ട മതിന്നോണ്ട്. എന്തോരണ്ട് ചാള മുഴുവൻ വെക്കണ്ട? അതെ വറക്കണം. 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നന്നാക്കാൻ പോവാ. പുല്ലിലിരുന്നിട്ട് നന്നാക്കാം. എന്ത് രസം. ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഓരോരുത്തർ യൂട്യൂബ് ചാനൽ ആരംഭിക്കില്ലേ? അല്ല ഓരോരുത്തരല്ല, യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്ന ടൈമിൽ ഒരുവിധം ഇങ്ങനെ ഫാമിലികൾ കേട്ടോ അവർ ഈ ചാള നന്നാക്കൽ മത്സരം കണ്ടിട്ടില്ലേ സരിത? അങ്ങനത്തെയൊക്കെ പല പല ഇതുകളിൽ പങ്കെടുത്തു തുടങ്ങും. നമ്മൾ മാത്രമാണ് ചെയ്തില്ലേ ചാള നന്നാക്കൽ മത്സരം? കാരണം ഞാൻ തോൽക്കും. ഞാൻ ഒരെണ്ണം നന്നാക്കുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ഒരു 10 എണ്ണം നന്നാക്കൽ കഴിയും. അങ്ങനെ കുറേ ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മത്സരിക്കാൻ മാത്രമുള്ള യോഗ്യത എനിക്കില്ല ഈ കാര്യത്തിൽ. ഈ ചാളരെ കണ്ണ് വേണോ സരിത? കണ്ണ് തല കളഞ്ഞോ മൊത്തം? ചേട്ടൻ കളയില്ലേ, പിന്നെ എന്തിനാ ചോദിക്കണം എന്നോട്? ഞാൻ ചോദിക്കുന്നു പറഞ്ഞ് ഈ തലേനെ ഈ തല വേണ്ട ഒന്നാണ് ചോദ്യം കേട്ടാ. ഇതെങ്ങനെയാക്കി തരും കളഞ്ഞിട്ടാ. നല്ല വെയിലാണ്. ഉച്ചയ്ക്കുള്ള ചോറും കൂട്ടാനുള്ള വെപ്പാണ് കേട്ടോ ഞങ്ങളുടെ. അതേ അവര് അവിടെയാണ് ഇരുമ്പുളി നന്നാക്കായിരിക്കുന്നത്. അപ്പം ഞാനും ഇങ്ങോട്ട് പോവുക. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ വഴിക്കാനോ എനിക്കും എന്താ ചാളരമണ ഇല്ലില്ലേ ഒരു ചുക്കും തെറിക്കാണ്ട് ഞാൻ ആക്കിയുണ്ട്. ഞാൻ പതുക്കി ആയിക്കോളൂ. കണ്ടാ ഫസ്റ്റ് താക്കല്ലേ എന്നെ തെറിച്ചിട്ട് എന്റെ മേത്ത് മുട്ടി വീണത് ഈ കാണുന്നത്. ഇത് ഇരുന്നോ ചേട്ടൻ? അവിടെ ഇരുന്നോ? അവിടെ വെച്ചിട്ടിരുന്നോ? ഈ അലക്കലിന് അല്ല അലക്കലിന് അയ്യാട്ടുകലിനില്ലേ ഇങ്ങനെ വലിച്ചു നീക്കാൻ പോവാ. നല്ല രസമായില്ലേ? ബാഹുബലിയിലോ അല്ല ചേട്ടൻ നീക്കാനപ്പോ അത് ഇവിടെ നിന്ന് ചാള നന്നാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം തരുന്നത് ഇത് നന്നാക്കി ഇങ്ങനെ ഇട്ടു നമുക്ക് കത്തിക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ എല്ലാ കയ്യെത്തും ദൂരത്തും. ആഹാ അജൂസ് മൾട്ടിപർപ്പസ് കുടിൽ ഭയങ്കര സുഖല്ലേ പരിപാടി. ചാളയെ ഞാൻ നന്നാക്കി തരാൻ പറഞ്ഞവരോട്. അവർക്ക് സമയമില്ല ചാള തന്നെ അവർക്ക് നന്നാക്കി തരാനില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു നമ്മളെന്നെ നന്നാക്കാം. ചാള നന്നാക്കൽ ഇപ്പോൾ അത്ര വലിയ സംഭവം ഒന്നുമല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ താലിയും കൂലിയൊക്കെ മറ്റേ ഇവർക്ക് കൊടുക്കാമല്ലോ. ഇമ്രാൻ ചാലിക്കും കൊടുക്കാമല്ലോ. വറുത്തിട്ട് ചോറിലാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ലാഭമായി. അത്ര നല്ല ചാളിയൊന്നുമല്ല കേട്ടാ. പലിങ്ങിയുണ്ട്. അത് മാർക്കറ്റിൽ നിന്നല്ലേ? മറ്റേ എവിടെ നിന്നായിരുന്നെങ്കിലേ ഇവിടുന്ന് കിട്ടിയില്ല, വന്നിട്ടില്ല. ഞാൻ മീൻ കൂട്ടാൻ ഷോപ്പിലേക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ചോറിനുമ്പോഴേ ധന്യക്ക് ഞാനത് കൊടുക്കുമ്പോൾ അവള് പറയോ എന്തൊരു ടേസ്റ്റാണ് മീൻ കറി, നമ്മുടെ മീൻ കഷ്ണം കഴിക്കാനും. കാരണം നമ്മൾ ഇവിടെ നിന്നല്ലേ മത്സ്യഫെഡിൽ നിന്നല്ലേ മീൻ വാങ്ങിക്കണേ, നല്ല ഫ്രഷ് മീൻ. പിന്നെ കൂട്ടാനും അടിപൊളിയാണ്. അതും നല്ല ഫ്രഷ് മീനാകുമ്പോൾ അതിനനുസരിച്ച് കൂട്ടാനും ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അവള് വാങ്ങിക്കുക ഈ ചിലപ്പോൾ ലുലുന്നാ അല്ലെങ്കിൽ വേറെ അങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെ ആവേ. അപ്പോൾ
ഫ്രോസൺ ആവും കിട്ടുക. ഇത് ഫ്രഷ് സാധനം ആകുമ്പോഴത്തെ ടേസ്റ്റ്. അപ്പം ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു സ്ഥലം, നീ അവിടെ നിന്ന് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. ലുലുവിൻ്റെ മുമ്പിൽ അല്ല, ഹൈലൈറ്റ് മാളിന് മുന്നിൽ നിന്ന് പറയാം. അതെ അതെ. ഇന്നിപ്പോൾ തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിച്ചോണെന്ന് മീനെ ചാള കിട്ടാലേ അവിടെ. ഇരുമ്പമ്പുളി കണ്ടപ്പോൾ ചാള കിട്ടിയ തീരു ചേട്ടന്. ചാള കൊണ്ടേ ഞാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് കാലത്ത് ഇവിടെ നിന്ന് പോയേ. അപ്പോൾ ചാള അന്വേഷിച്ച് ഇങ്ങനെ ദൂരെ 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 പോയി 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 തൃശ്ശൂർ ശക്ത വരെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് കിട്ടി. അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് പോയേനെ. മുനമ്പം അങ്ങനത്തെ സ്ഥലത്തേക്ക് പോവോ? അപ്പോൾ നമ്മുടെ ഉദയൻ ഫോൺ വിളിച്ചോണം എനിക്ക്. ഉദയനിപ്പോൾ ഹോണ്ടരെ ഉദയനറിയില്ലേ, നമ്മളപ്പം ചില വീഡിയോകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണപ്പണി സ്ഥലത്താണ് ഉദയ ഉള്ളത്. അപ്പോൾ ഉദയം ഫോൺ വിളിച്ചിട്ട് അവന് ഹോണ്ടര അവിടെ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി കിട്ടിയത്. അവിടെ എന്തിട്ടാ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. രാത്രിയാവോ പകല് ഇവിടെ പണി? പണിയില്ലല്ലോ. എന്തിട്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ ഉദയനെ ഭയങ്കര ഇഷ്ടമായിന്ന്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് മറ്റേ ആലപ്പുഴയ്ക്ക് ടൂർ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ മറ്റേ നമ്മുടെ ഈ ദന്തപ്പാലത്തെ എണ്ണ ഉണ്ടാക്കിയപ്പോൾ ആലപ്പുഴ എന്നുള്ള ഒരു ചേട്ടൻ വന്നില്ലേ വാങ്ങിക്കാൻ, അമ്മേ നാരായണ ബോട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് എല്ലാ ചെറിയേട്ടനൂരൊക്കെ ബോട്ടിൽ ആലപ്പുഴയ്ക്ക് വെച്ചിട്ട് പോകുമ്പോൾ ഈ അമ്മേ നാരായണരെ ബോട്ടിലാണ് പോവാറ്. അവിടെയാണ് അവർ എടുക്കാറ്. ഹൗസ് ബോട്ട്. അപ്പോൾ അവരിന്ന് വിളിച്ചിട്ടൊന്ന് പറയാൻ പറഞ്ഞിട്ടേ ഇവർക്ക് പോകാനായിട്ട് ഹൗസ് ബോട്ടിലേക്കാ ഈ വർഷകാലത്താ. ഹൗസ് ബോട്ടിൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞൊന്നുമില്ല, ചുറ്റും വെള്ളം മാത്രമല്ലോ. അല്ലാണ്ട് ഇതൊരു ഹൗസ് ബോട്ടിലൊരു പ്രത്യേകത. ഇപ്പം ഇവർക്ക് തഞ്ചാവൂർ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂൾ ബോട്ടിലിന് ഒരു എങ്ങടെങ്കിലൊക്കെ പോകണം. അതാ ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, എങ്ങടെങ്കിലൊക്കെ പോവാന്ന്. അപ്പോൾ തഞ്ചാവൂർക്ക് പോവാം. അപ്പോൾ അടുത്ത ആഴ്ച ചലോ തഞ്ചാവൂർ, ട്രിച്ചി, ചിദംബരം ഇത്യാദി പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവാ ഞങ്ങൾ കേട്ടാ. തഞ്ചാവൂർ പോയിട്ടുള്ളതല്ലേ നമ്മൾ ഒരു വട്ടം പോവാത്ത സ്ഥലം നോക്കാന്ന് വെച്ചാ. അടിപൊളിയാണ് തഞ്ചാവൂർ. അതന്ന് എത്ര കൊല്ലം മുമ്പ് 2013 പോയത്. 13 കൊല്ലം കഴിഞ്ഞില്ലേ. നമുക്ക് തഞ്ചാവൂർ പോയാൽ മതി. എനിക്ക് തഞ്ചാവൂർ ശരിക്കും നമുക്ക് തഞ്ചാവൂർ പോയിട്ടുള്ളതെന്നറിയാം. ഞങ്ങളുടെ പോണ്ടിച്ചേരി യാത്ര അത് തന്നെ. ഞങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ട് പോന്നില്ലേ, ആ യാത്രയാണ്. എനിക്ക് വീഡിയോ തഞ്ചാവൂരിൻ്റെ വീഡിയോ നമ്മുടെ പ്രേക്ഷകരെ നമ്മളിലൂടെ കാണിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. തഞ്ചാവൂര് അത് മറ്റേ അമ്പലല്ലേ അതൊക്കെ. പിന്നെ ട്രിച്ചി വസതി. തഞ്ചാവൂർക്ക് വഴിതെറ്റി പോയിട്ടില്ലേ പോണ്ടിച്ചേരിക്ക് പോയിട്ട്. എന്നിട്ട് തഞ്ചാവൂർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്താണ് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ആ മറ്റേ ഗോപുരല്ലേ, ഗോപുരത്തിൻ്റെ മുകളിൽ വലിയൊരു ബോളില്ലേ, ആ ബോൾ ഇങ്ങനെ കാണാം ദൂരത്തുനിന്ന്. ഗോളക. എന്നിട്ടൊരു സാധനം. അപ്പം അത് ചേട്ടൻ എനിക്ക് കാണിച്ചു തരട്ടെ. അതേ കണ്ട അവിടേക്കാണ് അതാണ് നമ്മളിപ്പോൾ പോകാൻ പോണ അമ്പലം. അതാണ് ഈ കാണുന്ന തഞ്ചാവൂർ. അപ്പം ഞാനിങ്ങനെ ആ ട്രാവലറിൻ്റെ ആ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അതിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. വീണ്ടും വണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ചേട്ടൻ അപ്പം ഞാൻ പറഞ്ഞേ ഇതെന്തത് അവിടെ അല്ല അമ്പലം, നമ്മൾ അങ്ങോട്ട് പോണേ. അപ്പോൾ ചേട്ടനോട് പറയാം ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, അത് പേടിക്കണ്ട അവന് വഴി തെറ്റിയതാ ഡ്രൈവർ. അയാൾക്ക് വഴി തെറ്റി ദൈവമേ. അന്നത്തെ യാത്ര ഞങ്ങളുടെ എന്നിട്ടൊരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് വണ്ടി താങ്ങി തഞ്ചാവൂർക്ക് ഞങ്ങൾ പോവാം. തഞ്ചാവൂർ ഉറപ്പിച്ചാ ഡേറ്റ് എടുക്കട്ടാ. ഡേറ്റ് പറയും, ധന്യയുടെ അടുത്ത് പറയട്ടെ ഞാൻ. അവര് ഒരു 5 മിനിറ്റ് കൊണ്ട് ചാള നന്നാക്കി തരും. അവര് ഫുള്ള് എപ്പോഴും അത് ചെയ്തോണ്ടിരിക്കല് കേട്ടാ. അപ്പൊ അവർ എക്സ്പേർട്ട് ആവില്ലേ. മുട്ടയിടാൻ പോണതിന്റെ മുന്നുള്ള കാർപ്പിക്കലല്ലേ. കഷ്ടല്ല അവരുടെ ജീവിതം. ചേട്ടൻ പിന്നെ കോഴികളെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് എന്താ വാങ്ങിക്കാത്തെ? കുറച്ച് 10 എണ്ണത്തിന് വാങ്ങിക്കായിരുന്നില്ലേ? 10 കോഴി കുട്ടികളെ 2 ചാത്തന്മാരെയും. ഒരു ചാത്തനെ വാങ്ങിച്ചാൽ മതി. ചാത്തന്മാർ കൂടുമ്പോഴാ പെടകൾക്ക് സ്വൈര്യം കൊടുക്കാണ്ടാവും. ചെമ്മീൻ നോവല്ലേ, ചെമ്മീൻ നോവലിൽ ഈ പളനി, അതായത് സത്യൻ്റെ റോളുണ്ടല്ലോ പളനി പറയുന്നുണ്ട് ഈ നമുക്ക് അങ്ങനെ കണ്ടമാനം സമ്പാദിക്കാൻ ഒക്കില്ല എന്ന് പറയുന്നേ. ഈ മരയ്ക്കാൻ അധികം സമ്പാദിക്കാൻ പാടില്ലാന്ന്.
ആ ലെവലിൽ സംസാരിക്കുന്നുണ്ട്. സമ്പാദിക്കാൻ പാടില്ലെന്നല്ല, അതിന് കാരണങ്ങളും പറയുന്നുണ്ട്. ഈ മീനുകൾ കോടാനുകോടി മീനുകളെ ജീവനോടെ അവർ പിടിക്കല്ലേ, അത് മനസ്സ് സന്തോഷത്തിൽ പിടിക്കുന്നതല്ല, നമുക്കത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെ കൂടിയിട്ടുള്ള തന്നെയാണ്. അവറ്റങ്ങൾ കൺമുന്നിൽ കിടന്ന് പെടയിന് കണ്ടിട്ടുള്ള ഒരു മനസ്സാണെന്ന് ഈ മരക്കേൻ്റെ. അപ്പോൾ അവറ്റങ്ങളുടെ ഒരു ശാപം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കല്ല പറയുന്നത്, പക്ഷെ അവറ്റങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മാത്രം നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ഞാൻ ഈ ചെമ്മീൻ നോവല് നാടകമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിലത്തെ ഓരോ ഭാഗങ്ങൾ എൻ്റെ ഓർമ്മകളോടെ അങ്ങനെയായിട്ട് പോവുക. മീനുകളെ കാണുമ്പോൾ നമുക്ക് മീനുകൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ പെടഞ്ഞ് ചാവണ കാണുമ്പോൾ ഒന്നും തോന്നാറില്ല അല്ല, അങ്ങനെ അത്ര വിഷമം അത്ര തോന്നില്ല. നമ്മളതിലിപ്പോൾ ഇവിടെ പിലോപ്പീനൊക്കെ വളർത്തുമ്പോൾ ഒറ്റകളെയൊക്കെ പിടിച്ചിവിടെ ഇട്ട് കിടന്ന് പെടയുന്ന കാണുമ്പോൾ എന്തത് എന്തോ എൻ്റെ മീൻ നന്നാക്കല് ലാസ്റ്റ് മീനാണ് ഇപ്പോൾ നന്നാക്കുന്നത്. മറ്റേ നരനിൽ മറ്റേ ആൾ പറയില്ലേ, മീൻകാരൻ പറയില്ലേ, ചാളയ്ക്കൊരു വാട്ടുണ്ട്. അതിപ്പോൾ പുറംകടലിൽ നിന്ന് പിടിച്ച് അത് ഇവിടെ മാർക്കറ്റിൽ വന്ന് അത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു വാട്ടുണ്ട്. കടക്കന മീൻ എന്ന് പറഞ്ഞിട്ടേ അതുപോലത്തെ ഒരു വാട്ടുണ്ട് നമ്മുടെ മീനായാലും കേട്ടോ. ടേസ്റ്റ് പറയില്ലേ? ടേസ്റ്റ് പറയുമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പോയിട്ട് മറ്റേ കടലിൽ പോയിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. ഇവരെന്താ ചാള കൊണ്ടുവരാഞ്ഞാവോ? കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ചാള കിട്ടിയിട്ടുണ്ടാവില്ലേ? ചാള കിട്ടി കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ വാങ്ങിക്കും. പിന്നെ ഇവിടെ ഏതൊക്കെ മീനുള്ളേ? കുറേ മീനുണ്ട്. ടൂണ, ഈ പിലോപ്പി, ഈ മറ്റേ മഞ്ഞക്കോര, പിന്നെ വറ്റ, നെയ്മീൻ, പിന്നെ കണമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മീൻ കഴുകാൻ പോവാണ്. ഇനി വരയണം. നല്ല പലിങ്ങേണ്ട മീനിനെ. പലിങ്ങീന് എടുക്കള്ളേ? എടുക്കാം. അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളിൽ ക്ലീൻ ആവില്ലേ? ക്ലീൻ ചെയ്യാം. അതിന് കഴുകട്ടെ 2-3 വട്ടം. പകുതി വരെയല്ലോ ചെറുതപ്പം വടച്ചിട്ട് തന്നെ വെച്ചാ പോരെ? വടച്ചിട്ട് നിന്റെ ഇഷ്ടം പോലെ വെച്ചോ. എന്തൊക്കെ എടുക്കാൻ പറ്റും? നീ ഉള്ളി മതി കഴുകിയത്. ഇത് പലിഞ്ഞ ഇതൊന്നും ഞാൻ കഴുകിക്കോട്ടെ. 10 മീൻ കൂട്ടാൻ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 3, 6, 4, 10 മീൻ വറക്കാണ്ട്. 11 മീനുണ്ട്. 12 മീനുണ്ട് വറക്കാനാ കൂട്ടാൻ വയ്ക്കാൻ. 6, 8, 9 മീൻ വറുത്തെടുക്കാനായിട്ടുണ്ട്. ചേട്ടാ അയ്യോ ചേട്ടാ, ഈ ചേട്ടന്റെ പുറത്ത് തേരട്ടാ. അയ്യോ എടുത്ത് കളയറി. റപ്പാസാനം ഇതെങ്ങനെ ഒന്ന് എൻ്റെ മോളിൽ നിന്ന് വീണതാവൂലേ? സരിതാ അപ്പോ നമ്മളെ മേലുണ്ടാവും, നോക്കണം. മോളിൽ നിന്ന് വീണതാവും. ഈ പെരയുടെ മോളിൽ നിന്ന് വീണതാവും. ഇതാണ് നമുക്ക് വറക്കാനുള്ളത്. ചേട്ടൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിന്ന്. ഇതിൽ 9 അതിൽ 12. ഞാനങ്ങനെ കണക്കാക്കിയിട്ട് മഞ്ഞൾപ്പൊടി കണക്കാക്കിയിട്ട് ചെയ്യുന്നതല്ലെന്ന് മനസ്സിലായി. ഗുണിതങ്ങളായിട്ട് വന്നൂല ചേട്ടാ. ചാളേട്ടാ ഞാൻ തിന്നൂട്ടാ. അതെനിക്കറിയാം. 20 മതി. ചാളയൊക്കെ സിമ്പിൾ വറക്കാനായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അതുകൊണ്ട് കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ തേക്കുന്നില്ല. തേച്ചിട്ടില്ല, തേക്കാറുണ്ട് തേക്കുന്നുണ്ട് ചില സമയങ്ങളിൽ. അത് ഈ സമയത്തല്ല തേക്കുക. സമയത്ത് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തേക്കുക. കുരുമുളക് അല്ലേ? കുരുമുളക് വാങ്ങിച്ചു വെക്കായിരുന്നു ചേട്ടാ. കുരുമുളക് വെക്കാം. ഇനി തീ കത്തിച്ചേരണ്ടേ നിനക്ക്? തീ കത്തിച്ചോ. ഇനി തീ കത്തിച്ചു. തീ കത്തിച്ചിട്ട് ചട്ടിയടപ്പത്ത് വയ്ക്കുന്നു സരിത. പതിവ് പോലെ ഒരു പ്രത്യേകതകളും ഇല്ലാത്ത ഒരു മീൻ കൂട്ടാൻ ആണ് നമ്മളിപ്പോൾ വെക്കുന്നത്. ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതെ, പുതിയ ചട്ടീന് കേട്ടാ. കഞ്ഞളൊക്കെ നന്നായി ഒഴിച്ച് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്.
കുറേ പണിയെടുത്തിട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉലുവിട്ട് എടുത്തിട്ടില്ല. ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും, വെളുത്തുള്ളി എടുത്തിട്ടില്ല. വെളുത്തുള്ളി ഇട്ടിട്ടാണ് ഇപ്പോൾ കുറേ നാളിട്ട് കൂട്ടാൻ വയ്ക്കാറ്. അല്ല, നമ്മൾ മുന്നേ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല മീൻ കൂട്ടാനിൽ. കുറേ ആളുകൾ വെളുത്തുള്ളി ഉപയോഗിക്കും. ഞാൻ ഇപ്പുറത്തെ തീയതിയാൻ പോവാ മീൻ വറക്കാനായിട്ട്. അതാ സൈഡിലാണ്ട് വറുത്ത് ചേർന്നോട്ടെ. അതെ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇന്നസെൻ്റ് പറയുന്ന പോലെ പറയില്ലേ, ഇന്നസെൻ്റ് പറയില്ലേ മിക്ക സിനിമകളിലും, അതിന് പ്രത്യേകിച്ച് അലവിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയില്ലേ. മീൻ വറക്കാൻ പറ്റ ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ സ്വല്പം കൂടിപ്പോയിട്ടാ, സോറി. ഇത് വഴറ്റിയിട്ട് വെക്കണ കൂട്ടാനാണല്ലോ. നാളികേരപ്പാൽ ഒഴിക്കണത് ഓർമ്മയിലില്ല. അപ്പോൾ നാളികേരപ്പാൽ ചേർക്കുമ്പോൾ അതിൽ നിന്ന് വെളിച്ചെണ്ണ തെളിയും. 1-ാം പാല് 2-ാം പാലാണ് ഒരു നാളികേരത്തിൻ്റെ. നന്നായി തീർത്തണം, അല്ലെങ്കിൽ പാല് പിരിയും. വാഴലമ്മ വെച്ചിട്ടാണ് മീൻ വറക്കണത്. അപ്പോൾ വാഴലിൽ നിന്ന് കഴുകിയതാ. വെള്ളം ആവണ്ട, അത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പൊട്ടി തെറിക്കില്ല. മെത്തിരി വെളിച്ചെണ്ണ ഒഴിക്കില്ല. ഒടുക്കത്തെ മഴയായിരുന്നു കാലത്തോടെ. ഇന്നലെ രാത്രി 12 മണിക്ക് തൊട്ട് പിടിച്ച മഴയാണ്. നേരം വെളുക്കണ വരെ ചുട്ട മഴയായിരുന്നു. ഇപ്പോൾ നോക്കിയേ എന്തുട്ട വെയില്. നേരം വെളുത്തിട്ടും നേരം വെളുത്തേ പിന്നെ മഴയ്ക്ക് ശക്തി കൂടി. ഒരു 8 മണിയൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് പിന്നെ പോയി. തിളച്ചൂട്ട ഭയങ്കരമായിട്ട്. അപ്പം അതിലേക്ക് ഉപ്പിടണു. പുളി ഇടാട്ടാ. മിക്കവാറും പാല് പിരിയാൻ സാധ്യത കാണുന്നു. ഞാൻ മീൻ വറക്കാൻ പോകും. അതിൻ്റെ മുകളിൽ വാഴല വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കിട്ട്. രാജലക്ഷ്മി ചേച്ചീനെ വീണ്ടും സ്മരിക്കുന്നു, ആലപ്പുഴത്തെ. അല്ല, മീൻ വറക്കാട്ട തരുതേ. അല്ല, ഇനി ഇതിന് വേണ്ടിയിട്ട് വേറെ ഇനി ഇത് ചെയ്യില്ലേ അറിയില്ല. കയ്യിലോണ്ട് ഇളക്കാൻ പകരം ഒന്ന് നമുക്ക് ചിറ്റിക്കാം. അപ്പൊ പിന്നെ ഇനി പപ്പടം കാച്ചുണ്ടല്ലോ മീൻ വറക്കണായിരുന്നു. ഏയ്, നാളെ അത് പിരിയണേൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. അങ്ങനെ നിന്നാലും ചിലപ്പോൾ പിരിയില്ല. മീനിട്ടാലോ? ആ, ഞാൻ ഇളക്കട്ടെ. ഇളക്കാണ്ട് സരിക്കാണ്ട് പിരിഞ്ഞു തോന്നുന്നുണ്ട്. ആകെ കട്ടകളായി തോന്നുന്നു. കുഴപ്പമില്ല. നീ അത് മീനിടാട്ടാ. ഇരുമ്പുള്ളി ഇടുമ്പോൾ പരമാവധി നല്ല അരച്ച് വയ്ക്കുള്ളൂ. ആ, ശരിയാ. അല്ലെങ്കിൽ പിരിയും, പാല് മിക്കവാറും പിരിയും. ആ പുളിയും ഇതും കൂടിയിട്ട് ആകുമ്പോഴാണെന്നുകൊണ്ട് കുഴപ്പം വരാന്നുണ്ടല്ലേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇതിലത്തെ ഈ പലിഞ്ഞീനുകളില്ലേ, അത് കംപ്ലീറ്റ് ഇടാൻ പോവാട്ടെ. അതിൽ ഇങ്ങനെയൊക്കെ വെറുതെ നാമ്പത്തിയതല്ലേ. പിരിയാണി പിരിയട്ടീ, മനുഷ്യന്മാർ പിരിയണം. പിന്നെ ഒരു കൂട്ടാൻ പിരിയാനായിട്ട് കോഴികൾ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. മുട്ടയിട്ടുണ്ടാവും തോന്നുന്നു. നേരത്തെ മുട്ടയിടാൻ പോവാ എന്ന് പറഞ്ഞോടനെ ഇപ്പൊ മുട്ടയിട്ടു. അവർക്ക് ഓരോ ഭാഷകളുണ്ട്, കോഴികൾക്ക് ഓരോ ഭാഷകളുണ്ട്. ആ ഭാഷ അവർ സംസാരിക്കുന്നു, ആളുകളോട് വിളിച്ച് പറയുന്നു, മനുഷ്യന്മാരോട് പറയുന്നു. നമുക്ക് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നൊരു ഐ ഡി ഉണ്ട്, ജിബിൻ എന്നാണ് ഐ ഡി. പേര് വെച്ചിട്ടുണ്ടെങ്കിലും പെണ്ണാന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അമ്മയാവാം, ഭാര്യയാവാം. അപ്പോൾ എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടും എന്ന് പറഞ്ഞ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുകളിൽ എനിക്ക് ഇഷ്ടമുള്ള ശ്രീകുമാരൻ തമ്പി സോങ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ആ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ ഞാനത് പാടാൻ ശ്രമിക്കുകയാണ്. സരിത പാട്ട് പാടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ കോഴി ഭയങ്കര കൂവലെന്ന് പറയും, കൊക്കല്. അപ്പോൾ കോഴി മുട്ട എടുത്തിട്ട് വരാം. ഉണ്ടാകരി എൻ്റെ അമ്മേ, 3 എന്താണ് 3 കോഴിമുട്ടയാണിത്. ഇതാണ് ഒറിജിനൽ
ജൈവമുട്ട, ചക്കമുട്ടയാണ്. ചക്ക മാത്രമേ തീറ്റയുള്ളപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ കോഴികളെ തീറ്റ ചക്ക മാത്രമാണ്. ചക്ക നമ്മുടെ പ്ലാമിൽ നിന്ന് ഇഷ്ടം പോലെ വീണുകൊണ്ടിരിക്കുകയാണല്ലോ, ആ ചക്കയാണ് ഇവരെ തീറ്റ മുഴുവൻ. അതുകൊണ്ട് ഈ ചക്ക കഴിച്ചിട്ട് അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ആവാഹിച്ചുകൊണ്ടുള്ള കോഴിമുട്ടയാണിത്. വേറെ ഒന്നും കൊടുക്കില്ല ഞാൻ. പിന്നെ ഇന്നാൾ കുറച്ച് ചീരയില അരിയിട്ട് കൊടുത്തു. അല്ലാണ്ട് വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തീറ്റകളെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ കോഴിമുട്ട ഒരെണ്ണത്തിന് 50 രൂപ കൊടുത്ത് വാങ്ങിച്ചാലും നഷ്ടമാവില്ലെന്ന് അർത്ഥം. അത്രയും ഇതായിട്ടുള്ള മുട്ടകളാണ് ഇത് കേട്ടോ. ഈ 3 കോഴിമുട്ട ഇനി ഇടാൻ പോകുള്ളവർ കൊക്കല നിർത്തി സമാധാനായി ആ മുട്ടയും എടുത്തോണപ്പോ ഞാൻ നീ പാട്ട് പഠിക്കും. ഞാൻ മീമ മറിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഈ പാട്ട് ചൂട് ഭയങ്കര ചൂടായി. അപ്പോൾ ദീപടി പാടിക്കും. ദീപടി ഇവിടെ ഇത്തിരി കാറ്റ് കിട്ടും. എന്തിനെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെ വിളിച്ചു നീ വീണ്ടും ഈ വസന്ത ഹൃദന്തവേദിയിൽ ഞാനുറങ്ങി കിടക്കവേ, ഈണമാകെയും ചോർന്നു പോയോരൻ വീണുവും വീണുറങ്ങവേ, രാഗവേദനവിങ്ങുമെൻ കൊച്ചു പ്രാണതന്തു പിടയവേ, എന്തിനെ വിളിച്ചു നീ വീണ്ടും. 7 മാമല 7 സാഗര സീമകൾ കടന്നീ വഴി എങ്ങു പോകണമെന്നറിയാതെ വന്ന തിന്നലിലൂടവേ, പാതി നേത്രയിൽ പാതിരാക്കിളി പാടിയ പാട്ടിലൂടവേ, എന്തിനെ വിളിച്ചു നീ വീണ്ടും. ആർദ്രമാകും രതിസ്വരം നൽകും ആദ്യ രോമാഞ്ച കുട്മളം, ആളിയാളി പടർന്ന ജീവനിൽ ആനവ പ്രഭ കന്തളം, ആവിളി കേട്ടുണർന്നു പോയി ഞാൻ, ആകെ എന്നെ മറന്നു ഞാൻ, എന്തിനെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെ വിളിച്ചു നീ വീണ്ടും എൻ്റെ സ്വപ്ന സുഗന്ധമേ, എന്തിനെ വിളിച്ചു നീ. ആ പാരറ്റ കോഴി ഓളി നിർത്തിയില്ല. 4ാമത്തെ മുട്ട ഇട്ടിട്ടുണ്ടാവും, പോയി എടുത്തിട്ട് വാ. നോക്കിയാലോ മുട്ടയിട്ടുണ്ടോ നോട്ടെ. ചിലപ്പോൾ നേരത്തെ മുട്ട എടുത്ത് കൊണ്ടുപോയി എൻ്റെ അലമ്പുണ്ടാകണതാവും, പ്രതിഷേധം അറിയിക്കണതാവും. ഇല്ല ഇട്ടിട്ടില്ല. അത് എടുത്തു കൊണ്ടുപോകുന്നതിൻ്റെ ഇതാണ്ട് അത് എടുത്തു കൊണ്ടുവന്നത് അറിഞ്ഞിണ്ടാവില്ല. അത് ഇപ്പം എണീറ്റ് നോക്കിയപ്പോൾ അവിടെ മുട്ട കാണാനില്ല. അതാവും സാരില്ല. നല്ല പിടിക്കട്ടെ. പാട്ട് ഇടയിൽ നിന്ന് അവസാനമായില്ലേ? സാരില്ലാന്നേ. ഞാൻ ചില മീനൊക്കെ മറിച്ചിട്ടുണ്ടാ അപ്പുറത്തേക്ക് മാറ്റി. ഈ കൂട്ടാൻ്റെ കളർ അങ്ങനെയായിട്ട് മാറില്ലെന്നുണ്ടല്ലേ സരിത? കളർ മാറാനായിട്ട് മുളക് പൊടി ഇടേണ്ടി വരും കൂടുതൽ. ഇത് മുളക് പൊടി കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ, ഭയങ്കര എരിവല്ലേ ഇതിന്, അതാണ് ഈ കളറ്. സ്കൂൾ തുറന്നു, വീണ്ടും ഒരു സ്കൂൾ കാലം. പക്ഷേ ഞാൻ അറിയുന്നില്ല അത്, ജഗ്ഗുന് ക്ലാസ്സില്ലാത്ത കാരണം അല്ലേ?
അത് മറന്നുപോയി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജൂൺ 1 തുടങ്ങി നമ്മൾ വീണ്ടും ആ ഒരു ബിസി ഷെഡ്യൂളിലേക്ക് കടന്നേനെ. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്നു, അവർ പോകുമ്പോഴത്തേക്കും സാധനം ഭക്ഷണം ശരിയാക്കലും അങ്ങനെയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ അറിയില്ല. അല്ലെങ്കിൽ പിന്നെ സ്കൂൾ തുറക്കണതിൻ്റെ ആ ലാസ്റ്റത്തെ ആഴ്ചയാകുമ്പോൾ നമുക്ക് കുറച്ച് കാശ് പൊട്ടണ ഒരു സമയമാണിത് എല്ലാവർക്കും. ബാഗ്, ബുക്ക്, യൂണിഫോം അങ്ങനെയൊക്കെ ആയിട്ട്. നമുക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ചെറുപ്പകാലത്ത് അച്ഛനെ 7 പേര് ഒരേ സമയം സ്കൂളിൽ പോയിരുന്ന കാലം എന്ന് ആലോചിച്ച് നോക്കിയേ. 7 പേരാണ് ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയിരുന്നത്. അന്ന് റേഷൻ കടയിൽ നിന്ന് ഈ റേഷൻ്റെ തുണി കിട്ടും. വളരെ വില കുറവിൽ തുച്ഛമായി പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഷർട്ടിൻ്റെ തുണി കിട്ടും. എനിക്ക് 2 ഷർട്ട് റേഷൻ്റെ ഒരു പപ്പട കളറുള്ള 2 ഷർട്ട് ഉണ്ടായിരുന്നു. അതിന് 2 ഒരു കുടുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഒരു നീല കളറുള്ള ട്രൗസർ, ഈ തുണി കിട്ടും ട്രൗസറിന്റെ കട്ടിയിട്ടുള്ളത്. പണ്ടത്തെ യൂണിഫോം ഒരുമാതിരി ഒരു പപ്പട കളർ പച്ച അല്ലെങ്കിൽ നീല ട്രൗസർ ആയിരുന്നു, നീല പാവാട. അപ്പൊ അത് കിട്ടിയായിരുന്നു. അത് കിട്ടി തേച്ചിട്ട് അത് നമ്മുടെ ഇവിടെ ഒരു എറപ്പായിട്ടുണ്ട്. ആളൊരു ടൈലർ കൂടിയിട്ടാണ്. ആളവിടെ തേക്കാൻ കൊടുക്കുക. എന്നിട്ട് ആളെ തേച്ചിട്ട് ആ 2 ഷർട്ടാണ് മാറി 2 ട്രൗസർ ഉണ്ടാവും. അതാണ് അല്ലാന്ന് എനിക്കും 2 ഉണ്ടായിരുന്നല്ലോ. അത് ഇങ്ങനെയുണ്ട്. അവസാനം മൂട് തേഞ്ഞ് അങ്ങോട്ട് കീറും. അങ്ങനത്തെ എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് വരുമോ നിങ്ങളുടെ കാലത്തൊക്കെ? ഇല്ലില്ല, എനിക്ക് യൂണിഫോം ഉണ്ടായിരുന്നല്ലോ. പിന്നെ ആർക്ക് യൂണിഫോം ഒന്നും ഇല്ല. അത് ഈ പാസിന്റെ തുണി കിട്ടിയവർക്കുള്ളൂ. അത് ചിലർ കാശുകാർ പിള്ളേരുകളൊക്കെ നല്ല ഭംഗിയുള്ള ട്രൗസറൊക്കെ തേച്ച് നല്ല അല്ല ഞാൻ ചോദിക്കണ അതല്ല. ഞങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇല്ല, ഇഷ്ടമുള്ള വരാം. പാസിന്റെ തുണി കിട്ടും. അത് ഈ യൂണിഫോം അല്ല, അത് വില കുറവിന് കിട്ടുന്ന കാരണം തുണിക്കടയിൽ പോയി വാങ്ങിക്കാൻ കാശില്ല അക്കാലത്തേ. പിന്നെ ബാഗ് പിന്നെ വേണ്ടല്ലോ, 2 ബുക്ക് കൈ പിടിച്ചിട്ടല്ലേ പോവാ. ബുക്ക് എനിക്ക് ഒരു അലിമിലി പെട്ടി ഉണ്ടായിരുന്നു. അലിമിലി പെട്ടി നമ്മുടെ വീട് ഇവിടെ താമസിച്ചിട്ട് കുറേ കൊല്ലങ്ങൾ അല്ല, അത് പ്രീതിയിലായിരുന്നുണ്ട്. അതിന് മുന്നേ പിന്നെ എനിക്ക് കൊട്ടയുണ്ടായിരുന്നു. കൊട്ട 2 വാറായിട്ട് കൊട്ട, ഈ മറ്റേ ഈ പ്ലാസ്റ്റിക്കിന്റെ നെയ്ത്ത് കൊട്ടയില്ലേ, അതിലായിരുന്നു പുസ്തകം വെച്ചോടുന്നത്. അതും പിടിച്ചിട്ട് നമ്മൾ എന്തെന്നാ പറയാ കൊട്ടനിക്ക് സ്കൂളിൽ പോകണ ഒരു കാലങ്ങൾ ആലോചിക്കുമ്പോ. നിനക്കിത് എനിക്ക് 4ാം ക്ലാസ് വരെ പെട്ടിയായിരുന്നു, അലുമിനിയം പെട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാഗായി, വലിയ ബാഗ്. എന്തോരം പുസ്തകങ്ങളായിരുന്നു. ഞങ്ങള് സ്കൂളിൽ പോകുമ്പോഴേ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഇവിടെ മുരളി ഉണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന മുരളി. എൻ്റെ ക്ലാസ്സിലല്ല, ഈ ഷാജേട്ടൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് മുരളി. അവരൊരേ പാട്ടുകാരൻ. അവരൊരേ ക്ലാസ്സാണ്. മുരളിയുടെ അച്ഛൻ നീലാണ്ടനാശ്ശേരിയാണ്, നീലകണ്ഠൻ. ആളാണ് മുരളീനെ സ്കൂളിൽ കൊണ്ടത്. ആൾക്ക് ഈ അകലങ്ങളിലാണ് പണി. തലശ്ശേരി അങ്ങനെ കട്ടർ പണിയാണ്. കട്ടർ പണി എന്ന് കിട്ടും, ഭയങ്കര ഫേമസ് പണി കട്ടർ. അപ്പോൾ ആള് ഈ തലശ്ശേരി, കണ്ണൂർ ആവശ്യത്തേക്കിന് പണിക്ക് പോവുക. പയ്യന്നൂർ ആവശ്യത്തേക്ക് പണിക്ക് പോയിട്ട് വരും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും 2 ആഴ്ച കൂടുമ്പോഴേക്കിനും ആൾ വരാം. ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആളിന് ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാനായിട്ട് മുരളീനെ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലായിരിക്കും. അല്ല, ആൾക്ക് ഉള്ളപ്പോൾ. അപ്പോൾ ഈ കാലത്ത് ഈ 9 മണി തൊട്ടിട്ട് 9:45 ബെല്ലടിക്കുക. 9:45 വരെ ഞങ്ങളുടെ ഒരു പള്ളി ഗ്രൗണ്ട് ഉണ്ട്. മുന്നിൽ സ്കൂളിൽ ഗ്രൗണ്ട് ഉണ്ട്. അതിലൊരു 10-300 പിള്ളേരുകൾ പന്ത് കളിക്കുന്നുണ്ടാവും. കാലത്തന്നെ വന്ന് കളിയാണ് എല്ലാവരും. മീൻ കരിയൊന്നുമില്ല, എല്ലാവരും കളിയാണ്. അപ്പോൾ ഈ നീലാണ്ടനാശ്ശേരിക്ക് ആൾക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല. ആള് ഇവനും പിടിച്ചിട്ടാണ്ട് വരും. ഇവനാണെങ്കിൽ ഇപ്പോൾ മുരളിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് തന്നെ ഈ പിള്ളേരുകൾ മൂടുപോയി ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കില്ല. ഇവൻ പറയും, അച്ഛൻ ഇപ്പം അടുത്തില്ല, സമരമാണ് കളില്ല പിള്ളേരുകളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ നീലാണ്ടനാശ്ശേരി അവൻ കൊണ്ട് പോരും. അങ്ങനെ ഭയങ്കര മടിയായിട്ട് ഇവൻ എല്ലാ പ്രാവശ്യം മുടങ്ങലായി. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. പിന്നെ മുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ മേരി ടീച്ചറായിരുന്നു. ഭയങ്കര ഇതിങ്ങനെ ഹെഡ്മിസ്റ്ററല്ല, എൻ്റെ ക്ലാസ് ടീച്ചർ. ഇതിങ്ങനെ ഒരു പിച്ചു ആളിതിങ്ങനെ ഒരു പിച്ചു. അപ്പം നമ്മളിതിങ്ങനെ നോക്കിയാൽ പെരുവരലും ഇങ്ങനെ പൊങ്ങും. വേദന ഉണ്ട്, പൊങ്ങും. അങ്ങനത്തെ ഒരു ടീച്ചറാണ്. ആ ടീച്ചറൊക്കെ പറഞ്ഞു, ഇനി മുരളി നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ആളാണല്ലോ, മുരളീനെ വിളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞു എന്നോട്.
അപ്പോൾ ഞാൻ മുരളീയുടെ അടുത്ത് പറഞ്ഞിട്ട് ആ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ ദിവസം ഒരു പനിയാണെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു മുരളി പറഞ്ഞേ അവന് കുറേ ദിവസം ഒരു പനിയെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം അത് പറഞ്ഞിട്ട് പിന്നെ മുരളി പഠിക്കാൻ വന്നിട്ട് 4ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തി. അല്ല അങ്ങനെ ഓരോ ബെസ്റ്റായിട്ട് പാട്ട് പാടും. അപ്പോൾ ഈ സ്കൂളിലെ അച്ഛനമ്മമാരെയൊക്കെ പറ്റിക്കാനായിട്ടേ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര സുഖമാണ്. എന്നും സമരണ്ടേ. ഞങ്ങളുടെ ഒല്ലൂർ സ്കൂളിൽ ഭയങ്കര സമരമായിരുന്നു പണ്ട്. സമരത്തിൻ്റെ കളിയായിരുന്നു. എന്തോരം സമരം ഉണ്ടായി. അവസാനം ഈ സമരം അനാവശ്യ സമരം സമരത്തിന് കാരണങ്ങൾ വേണമല്ലോ. ഒരു കൊല്ലത്തെ സമരം എനിക്ക് ഓർമ്മയില്ല. അനാവശ്യ സമരം ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് സമരം എടുത്തു. സരിതേ ഉപ്പ് പോരേ? ഉപ്പ് കുറച്ച് പോരായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 40-50 വയസ്സിന് മേലെയുള്ളവർ, ചേട്ടൻ്റെ പ്രായക്കാർ, നിങ്ങളുടെ സ്കൂൾ തുറക്കുമ്പോഴത്തെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ? എനിക്ക് മടി ഉണ്ടായിരുന്നില്ല ചേട്ടാ. ഞാൻ നന്നായി പഠിക്കുകയായിരുന്നു. മടി ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ പാടായിരുന്നു. പാടം മടിയുള്ള പിള്ളേരുകളില്ലേ എന്തോന്നറിയോ, ആ പാടത്ത് സ്കൂളിൽ പോകാന്ന് പറഞ്ഞിട്ട് ആ പാടത്തൊക്കെ വന്നിട്ട് ഒളിച്ചിരിക്കും എല്ലാവരും. ആ പാടത്ത് വേലികളുടെ വീട്ടിൽ നിന്ന് പോരും. എന്നിട്ട് ഒളിച്ചിരിക്കും ഇവിടെ സ്കൂളിൽ നിന്ന്. എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് ആ 4 മണിയാവില്ലേ, 4 മണിയാകുമ്പോൾ സാധാരണ പോലെ സ്കൂളിൽ വിട്ടിട്ട് സ്കൂളിൽ വിട്ടിട്ട് വരുന്ന പോലെ വരും. പക്ഷെ അങ്ങനെ അന്ന് തോന്നിയ പോലെ കിടന്ന് നടന്ന് ഒടിച്ചും പാത്തും പതി നടന്നവരില്ലേ പഠിക്കാൻ വേണ്ടി. അവരൊക്കെ വലിയ ബിസിനസ്സുകാരായി. ഇപ്പോൾ അവരൊക്കെ ചിലരൊക്കെ കോടിച്ചമാര് 2 ബെൻസുകാരുള്ള ആളൊക്കെ ഉണ്ട്. 2 ബെൻസുകാർ കൊട്ടാരം പോലുള്ള വീട്ടിലെ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ കൂട്ടാനില്ലേ സെറ്റായിട്ടത്. ഇതിനിപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറുത് രീതിയിൽ എങ്ങനെയുണ്ട്, എണ്ണ തെളിഞ്ഞ് വരില്ലോ. അത് ഈ കൂട്ടാൻ്റെ കളർ മഞ്ഞ കളറാട്ടാ. പിന്നെ മീൻ അടിപൊളിയിൽ വറുത്തിട്ട് സരിത ചോറ് എടുക്കാൻ പോയി വെക്കണം. ചോറ് എടുത്തിട്ട് ചോറിനാം. നമ്മുടെ കൂട്ടാനെടുത്തിട്ട് നമ്മൾ ചോറിനാൻ പോകുന്നത് നമ്മുടെ കൂടാരത്തിലേക്ക് പോവാം. മഞ്ഞ കളർ കൂട്ടാൻ. ഇത്തിരി കാശ്മീരി മുളക് പൊടി സരിത, ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ടാണെങ്കിൽ ഒരു കളറും കൂടി വന്നേനെ കേട്ടാ. നമ്മൾ വാടല ഒരെണ്ണം വെട്ടി നല്ല ഭംഗിയിൽ കുളിച്ചു. നല്ല ഭംഗിയില്ല. സരിത ചോറ് കൊണ്ടുവരുന്നു. അത് ഇരിക്കുന്നു. നിനക്ക് നടന്നില്ലേ ചോറ്? ഞാനുണ്ടോളാം. കൂട്ടാന്ന് കാച്ചായിരുന്നു അല്ലേ? വേണ്ട, അതോടെ ചോ. അയ്യോ, കൂട്ടെടുക്കാൻ കയ്യിൽ വേണ്ടേ? കയ്യിലുണ്ട്. ചമ്മണ പിടിച്ചിട്ട് ഇരിക്കുന്നത് ഞാൻ. ഇവിടെ നിന്നിട്ട് ഇരിക്കി. ഇത്ര മനോഹരമായിട്ടുള്ള ചാള വറുത്തത്, ചാള കൂട്ടാൻ ചേട്ടാ. അത് എടുക്കണം കേട്ടോ. നല്ല കട്ടിൻ്റെ കൂട്ടാൻ. ഒറ്റയടിക്ക് 3 കഷ്ണങ്ങൾ, 3 മീനാണ് വന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് മീൻ വറുത്തത് കണ്ടാ. മറ്റേ സിനിമയിൽ യെസ് ബോസിലാണ്ട് മമതായ ഇങ്ങോട്ട് ഇങ്ങനെ മൈ ബോസിൽ ഇങ്ങനെ കൂട്ടാനിന്ന് ഇങ്ങനെ എടുത്തിട്ട് അത് വറ്റിച്ച കള്ള ഷാപ്പി എന്നുള്ളത് കേട്ടാ. ഇനി ഇങ്ങനത്തെ മീൻ കൂട്ടാൻ കഴിക്കണമെങ്കിൽ കഴിച്ചു. എത്ര നാൾ പിടിക്കുന്നറിയോ? ചൂടുണ്ട്. ഇനി ജൂലൈ 7 കഴിയണം. ജഗ്ഗു 16 വയസ്സാവാറായില്ലേ ജഗ്ഗു? ഉദ്ഘാടനം ഞാൻ തന്നെ കഴിക്കാം അല്ലേ? കഴിച്ചോ. മഴ വന്നത് പോയി, ആകാശം തെളിഞ്ഞു. പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. എരിവ് പാകത്തിന് കറക്റ്റുള്ളോ? ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ കൂടുതലാണോ? ബാക്കിയോ കൂടുതലൊന്നും ഒരു കുറവില്ല. നിങ്ങൾ ഒരു കൈയിട്ടിട്ട് ചോറുണ്ട് തേങ്ങ. എന്നോട് എന്നെ എത്ര ബുദ്ധിമുട്ടിനും. അയ്യോ, അത് ഇന്നസെന്റ് പറഞ്ഞല്ലേ എന്നെ എന്നിട്ട് ഇങ്ങനെ വിഷമിപ്പിക്കണത്. രാജകുമാരൻ ഓരോ ഉരുള തന്നാ ഞങ്ങൾ പൊക്കോളാം. ഞങ്ങൾ പോയി ചോറിനട്ടെ. ചൂട് ചോറും ചൂടുണ്ട്. ചോറ് ഇപ്പം തന്നെ ഊറ്റിയിട്ടുള്ളത്. ഈ മീൻ ചാള വറുത്ത് ഇത് നോക്കിയാൽ എന്തൊരു ടേസ്റ്റാന്ന് ചോദിക്കുക. നീ ഞാനിപ്പുറത്തിരുന്ന തരാൻ ബുദ്ധിമുട്ടാവൂലേ? ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ചാള വറുത്ത സൂപ്പറാട്ടാ. ഇരുമ്പമ്പുളി കൂട്ടി കുഴച്ചോണ്ട് നല്ല രസമുണ്ട് കേട്ടാ. അടിപൊളി കൂട്ടാ.
കുറച്ച് നാളായിട്ട് വെക്കണ മീൻ കൂട്ടാനൊന്നും വ്യത്യാസമുണ്ട് ഇതിന്. കാരണം ഉലുവയും മല്ലിപ്പൊടിയില്ല, ഉലുവയില്ല, വെളുത്തുള്ളിയില്ല. അപ്പം ഇതിൻ്റെ ഒക്കെ ഫ്ലേവറിന് മാറിയപ്പോഴേ മീൻ വറുത്തത് സൂപ്പറാണ്. പണ്ട് നമ്മൾ വെക്കാറുള്ള കൂട്ടാൻ്റെ ടേസ്റ്റ് അത്. ഇതല്ലേ നമ്മൾ ഉലുവയും വെളുത്തുള്ളിയും ചേർക്കില്ലല്ലോ, അത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ, ചോറിനാൻ അകത്തേക്ക് പോട്ടെ. ശരി, ബൈ. ഇതൊക്കെ കൊണ്ടുപോകണില്ലേ? അതൊക്കെ കൊണ്ടുപോവാ. ഉണ്ണി മീൻ വറുത്ത് എടുത്തോട്ടാ, അമ്മ മീൻ കൂട്ടാ എടുക്കാം. ഇവിടെ വെച്ച് പോയി ശരി. ഒരു മീൻ കൂടി വെച്ചോ അവിടെ. ഏത് മീനാ വേണ്ടേ?